വികാരം നമ്മൾ കാസർഗോഡ് നിന്ന് പാറശാല വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ കാണുന്ന ഒരു സ്ഥായിയായ വികാരം, ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ ഭരണത്തോടുള്ള ശക്തമായ എതിർപ്പാണെന്നാണ് ഞാൻ വിചാരിക്കുക. എതിർപ്പ്, വെറുപ്പ് എന്നെന്ത് വേണേലും പറയാവുന്ന രീതിയിൽ അവർ വളരെ ആലോചിച്ചുറപ്പിച്ച് വന്ന് വോട്ട് ചെയ്തതുപോലെ നമുക്ക് തോന്നും. സാർ നമ്മൾ വെയ്വ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു യൂണിഫോം പാറ്റേൺ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രാദേശികമായിട്ടോ ഇപ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ അങ്ങനെയൊക്കെ നമുക്കിവരെ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഏകോപനം നമുക്ക് ഈ റിസൾട്ടിലെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതല്ലാതെ മറ്റൊരു കാരണം അതിന് പറയാനില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ വിജയസാധ്യതയുള്ളത് ആർക്കാണ് എന്ന് ജനം തന്നെ ഒരു അവലോകനം നടത്തി അവരെ തെരഞ്ഞുപിടിച്ച് വിജയിപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ BJPയുടെ ചില പോക്കറ്റുകളിലെ വിജയത്തെ കാണുന്നതും അങ്ങനെ തന്നെയാണ്. അതിൽ BJPയോടുള്ളൊരു തൊട്ടുകൂടായ്മ പല സ്ഥലത്തും ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യം നിങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ തന്നെ BJP ആണ് പ്രധാന പ്രതിപക്ഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട്. പക്ഷേ അവിടെ പോലും UDF അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ UDF മുന്നോട്ട് പോയി, BJPയും മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ അത് LDFൻ്റെ എക്സ്പെൻസിലാണ് ഈ മുന്നോട്ട് പോയത്. ഇപ്പോൾ LDF പരാജയപ്പെട്ടു എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ശരി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലയുടെ ചില സ്ഥലങ്ങൾ, അത് ചെങ്ങന്നൂർ, കായംകുളം, അങ്ങനെ ആലപ്പുഴയിലേക്ക് കയറുന്ന രീതിയിൽ ആ ഒരു പ്രദേശം, പന്തളം ആ ഒരു പ്രദേശം, പിന്നെ അതുപോലെ പാലക്കാട്, അങ്ങനത്തെ ചില മേഖലകളിൽ BJPക്കൊരു രാഷ്ട്രീയ സാന്നിധ്യം എന്നുള്ള രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റി നിർത്തിയാൽ കാര്യമായൊരു മുന്നേറ്റം BJPക്ക് അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ വിചാരം. അതായത് ഈ ശക്തമായ ആൻറ്റി ഇൻകംബൻസി ഉള്ളപ്പോഴും ചില സ്ഥലങ്ങളിൽ LDFനെ പരാജയപ്പെടുത്താൻ BJP ആണ് സാധിക്കുക എന്ന് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോലെ അങ്ങനെ ഒരു ധാരണ നിലനിൽക്കുമ്പോൾ പോലും അവർക്ക് വലിയൊരു മുന്നേറ്റം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വിചാരം വോട്ടിംഗ് പെർസെൻറ്റേജ് ഞങ്ങൾ പരിശോധിച്ചാൽ ഒരു 15-16% വോട്ട് BJPക്ക് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് കൃത്യമായ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷേ വോട്ടിംഗ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡിൽ എത്ര വോട്ടാണ് ഉള്ളത്? അത് വാർഡുകൾ വിഭജിച്ചതിൽ അശാസ്ത്രീയതയൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഈ തീരദേശ സ്ഥലങ്ങളിൽ 12,000-13,000 വോട്ടുള്ളിടത്ത് ഇവിടെ ഇപ്പോൾ നമ്മളിരിക്കുന്ന വാർഡിൽ 4,000 വോട്ടോ, ജയിച്ച സ്ഥാനാർത്ഥിക്ക് 1,200 വോട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അബ്സല്യൂട്ട് വോട്ടുകൾ നമ്മളൊരു ജില്ലാ തലത്തിലെ വോട്ട് കണക്കാക്കുമ്പോൾ വളരെ ചെറിയ മാർജിനാണ്. അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതാണ്ട് വളരെ തമ്പിങ് ആയിട്ടുള്ളൊരു വിജയം ഉണ്ടായപ്പോഴും ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ അത് പ്രതിഫലിക്കാതിരുന്നതിൻ്റെ കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മളൊരു അസംബ്ലി തിരഞ്ഞെടുപ്പ് അതുപോലുള്ളിടത്ത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്ന് ആലോചിക്കുമ്പം നമുക്ക് ഈ കോർപ്പറേഷൻ പിടിച്ചു, അതിത്ര പ്രദേശമുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും, അതായത് ഇവരുടെ ഒരു പേഴ്സ്പെക്റ്റീവിനോട് തന്നെ ജനം യോജിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാരിൻ്റെ നേരത്തെ ഇടതുപക്ഷ സർക്കാരുകളൊന്നും മുന്നോട്ട് വെച്ചൊരു പാരാമീറ്ററേ അല്ല ഈ സർക്കാർ വെക്കുന്നത്. ഒന്നും സാധ്യമല്ല എന്നുള്ളിടത്ത് താണ്ട് ഞങ്ങൾ സാധ്യമാക്കി എന്ന് പറഞ്ഞ് ഇവർ പറയുന്നത് ഗെയിൽ പൈപ്പ് ലൈൻ, വിഴിഞ്ഞം പദ്ധതി, KRail, അങ്ങനെ കുറേ പദ്ധതികളാണ് മുന്നോട്ട് വെക്കുന്നത്. ചിലത് നടന്നു, ചിലത് നടത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനോട് ജനങ്ങൾ ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പം ഇവരിപ്പോൾ ദേശീയപാത നിർമ്മാണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ജനത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ 10 വർഷമായിട്ട് ദുരിതത്തോട് ദുരിതമാണ്. അപ്പം അതിന് മുമ്പ് ഇത് വളരെ മെച്ചമാണെന്നല്ല ഞാനീ പറയുന്നത്. ഈ സ്ഥലം എടുത്ത് നടപ്പിലാക്കേണ്ടതുണ്ട്, പക്ഷേ ഇതിനൊരു സമയബന്ധിതമായിട്ട് ഇത് നടപ്പിലാക്കേണ്ടതുണ്ട്. നടപ്പിലാക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇത് സമയം വളരെയധികം എടുത്തിട്ടും ചെയ്തത് ഈ രീതിയിലാണ് എന്ന് പറയുമ്പം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇലക്ഷന് തൊട്ട് തലേ ദിവസം കൊട്ടിയത്ത് ഇത് പൊളിഞ്ഞു വീഴുക. അപ്പോൾ എന്താണ്, മറ്റൊരു സ്ഥലത്ത് ഈ അപകടം ഉണ്ടായി. ഇത് ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും ഒക്കെ ബാധിക്കുന്ന വിഷയമാണ്. ഇത് എത്രത്തോളം കൃത്യമായിട്ടാണ് ബാക്കി മേഖലകളിൽ നടക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനില്ലേ? എന്നെ എന്ന് പറഞ്ഞാൽ മതിയോ? ഇവിടുത്തെ നമ്മുടെ ജനങ്ങളുടെ കളക്റ്റീവ് എന്ന് പറയുന്നത് ഈ സർക്കാരല്ലേ. ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് എന്താ വേണ്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മാർച്ചിന് മുമ്പ് ഒരു ഉദ്ഘാടനമാണ്. ഒരു ഏരിയൽ ഷോട്ട് എടുത്തിട്ട് ഇത് ന്യൂയോർക്കായി, മമതാനെ അഭിനന്ദിച്ചു, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ ജനം അവരുടെ ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് 10 വർഷം എന്ന് പറഞ്ഞാൽ ഷഷ്ടിപൂർത്തി ആചരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യായുസിൽ 10 വർഷം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവാണ്. ആ കാലയളവിൽ ഈ നട്ടല് പറിക്കുന്ന റോഡിലിട്ടേച്ച് നാളെ വരും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ചെയ്യാനുള്ള കാര്യം ചെയ്യണ്ടേ? ഇത് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ശബരിമല വിഷയങ്ങൾ പറഞ്ഞു, ഇതൊരു വിശ്വാസി സമൂഹത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒരു വിശ്വാസവും ഇല്ലാത്തവരുടെയും പ്രശ്നമാണ്. ഇതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മുടെ ഒരുപാട് പൗരന്മാർ അവരുടെ വലിയ വിശ്വാസ കേന്ദ്രമായി കാണുന്ന ഒരു സ്ഥലത്ത് അത് സംരക്ഷിക്കാൻ, അവിടുത്തെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഏക ചുമതല, വിശ്വാസം സംരക്ഷിക്കാനല്ല, സ്വത്ത് സംരക്ഷിക്കാനുള്ള ഏക ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഈ സർക്കാർ ആ പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കന്മാരെ അവിടെ ചുമതല ഏൽപ്പിക്കുന്നു. അവിടുത്തെ ശ്രീകോവിലിൽ നിന്ന് തന്നെ സ്വർണം അടിച്ചുകൊണ്ട് പോകുന്നു. ഡേ ലൈറ്റ് റോബറി എന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്ത് കത്തി നിൽക്കുന്ന സാധനം തന്നെ എടുത്തുകൊണ്ടുപോയി മോഷണം നടത്തുക. അത് തുടർമാനമായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, ഈ പാർട്ടിക്ക് എല്ലാ സ്ഥലത്തും അതിൻ്റെ സംവിധാനങ്ങളുള്ള പാർട്ടിയാണ്. ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ 6-7 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിവരമൊന്നും പാർട്ടി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പാർട്ടി സംവിധാനം തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കാര്യം, ഇതിൽ പ്രതിസ്ഥാനത്ത് വരുന്നു, ആൾക്കാർ വരുന്നു, അവർ കുറ്റക്കാരായിട്ട് തീരുമാനിക്കപ്പെടുന്നു. അങ്ങനെ വരുമ്പോഴും അവർക്കെതിരെ ഒരു നടപടി എടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇപ്പോൾ പത്മകുമാർ പാർട്ടിയുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ഗുഡ് ബുക്സിലുള്ള ഒരാളല്ല ഇപ്പോൾ. അതുകൊണ്ട് വിഭാഗീയമായി തീരുമാനം എടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം ഏതാണ്ട് പുറത്താക്കപ്പെട്ട പോലെ നിൽക്കുകയാണെന്നുള്ളത് പത്തനംതിട്ടയിലെ പാർട്ടിയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് അദ്ദേഹത്തെ സംരക്ഷിക്കാനല്ല, ആ കുറ്റകൃത്യത്തെ സംരക്ഷിക്കാനാണ്. അപ്പോൾ കുറ്റകൃത്യത്തെ സംരക്ഷിക്കേണ്ട എന്ത് അടിയന്തര സാഹചര്യമാണ് CPM-നുള്ളതെന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ പറയുകയും നേരത്തെ തന്നെ ആക്ഷേപം ഉയരുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ ഇത് പുറത്തൊക്കെ കടത്തി വലിയ കോടികൾ സമ്പാദിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇടതുപക്ഷ നയങ്ങൾ ബലി കഴിച്ചുകൊണ്ട് BJP-യുമായി സന്ധി ചെയ്യുന്നു എന്നുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ സർക്കാരിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കടക്കണി, ഇതിനെല്ലാം പ്രതിവിധി കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് പരിഹരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല. നിങ്ങൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ എടുക്കുന്ന ഒരു അപ്രൈസൽ മോഡലേ അല്ല ഈ ഘട്ടത്തിലെടുക്കുക. അന്നൊരു ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യില്ല. കാര്യം ജനങ്ങളെല്ലാം എങ്ങനെയും സർവൈവ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെയല്ല. അത് MM മണിയുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അത് വളരെ പ്രകടമായി പുറത്തു വരികയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് സെക്രട്ടറി ചോദിച്ചപ്പോൾ എന്നാൽ അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പറയാതെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇനിയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ 2 ഗഡുവും കൂടെ കൊടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്.
പക്ഷേ കടത്തിൻ്റെ കെണി എന്ന് പറയുന്നത് ഇനി ഏതാണ്ട് 9 ലക്ഷം കോടിയോളം എത്തിയെന്നാണ് പറയുന്നത്. ഇനിയും എവിടേക്കാണ് ഇത് പോവുക? അടുത്ത വർഷം, അടുത്ത 2026 മുതൽ അധികാരത്തിൽ വരുന്നത് ഏത് സർക്കാരായാലും ഈ കിഫ്ബി എന്ന് പറയുന്നതിൻ്റെ തിരിച്ചടവ് എന്ന് പറയുന്നത് തന്നെയുണ്ട് 16,000-17,000 കോടി രൂപ അതിനു വേണ്ടി മാത്രം ഒരു വർഷം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ വലിയ കടക്കണിയിലേക്ക് സാമ്പത്തിക മാനേജ്മെൻറ്റ് പൂർണ്ണമായി പരാജയപ്പെട്ടു, ആരോഗ്യ മേഖല പരാജയപ്പെട്ടു, വിദ്യാഭ്യാസ മേഖല പരാജയപ്പെട്ടു. അവിടെ VC-മാരെ നിയമിക്കാൻ പറ്റുന്നില്ല, അതിന് വേണേൽ ഗവർണറെ കുറ്റം പറയാം. പ്രിൻസിപ്പാൾമാരെ നിയമിക്കാൻ പറ്റാത്തതിനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ പക്ഷേ വലിയ വായിൽ ഇതുപോലെ കുറേ വർത്തമാനം പറയുകയും നമുക്കാർക്കും മനസ്സിലാകാത്ത എന്തോ ഒരു വലിയ വികസനം കേരളത്തിൽ നടക്കുകയാണെന്ന് നമ്മളോട് പറയുക. അപ്പോൾ നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് 10 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും. അങ്ങനെ ഒരു PR ആക്ടിവിറ്റിയാണ്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ, നേരത്തെ ഉള്ളവരിപ്പം മെയിൻ സ്ട്രീമിലല്ലാത്ത ആൾക്കാരെ പരിശോധിച്ച് നോക്കൂ. എല്ലാവർക്കും PR വർക്കാണ്. അവരുടെ ഫേസ്ബുക്കിലെടുത്ത് പോസ്റ്റ് ഇടുന്നതിന് സർക്കാർ പണം കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ തോതൊന്നും എടുക്കാമോ RTI പ്രകാരം? അങ്ങനെ പൈസ കൊടുത്ത് സർക്കാർ ചെയ്ത എന്തോ വൻപൻ കാര്യങ്ങൾ സ്വകാര്യ പേജുകളിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരുതരം പെയ്ഡ് ന്യൂസാണ്. രണ്ടാമത്, ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്ക് അവരുടെ ന്യൂസിൽ അവർ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയാൽ, എന്ന് പറഞ്ഞാൽ പരസ്യമല്ല, ന്യൂസിൽ കണ്ടൻറ്റ്, ഇപ്പോൾ കിഫ്ബിയെ പ്രകീർത്തിച്ച് വാർത്ത ചെയ്താൽ കിഫ്ബി പൈസ കൊടുക്കും, അഡ്വർടൈസ്. ഇത് പെയ്ഡ് ന്യൂസ് അല്ലെങ്കിൽ പിന്നെ എന്താണ്? അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറേ PR വർക്കിലൂടെ ഈ കാര്യങ്ങൾ നേടാമെന്നുള്ളൊരു ധാരണയാണ്. അതിന് ലഭിച്ച ഒരു തിരിച്ചടിയാണിതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് ഇവർ ഗൗരവതരമായി ആലോചിക്കേണ്ടതാണ്. ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ധാരണ അദ്ദേഹത്തിന് ഒന്നും തിരുത്താനില്ലാത്ത, ഒരു തെറ്റും പറ്റാത്ത ആളാണെന്നാണ് അദ്ദേഹത്തിന് വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും പറയുക എന്ന് പറഞ്ഞാൽ ദൈവനിന്ദയ്ക്ക് തുല്യമാണെന്നാണ് പാർട്ടി അംഗങ്ങളും പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്വയം വിമർശനവും ഇല്ലാത്ത ഒരു പാർട്ടിയായിട്ട് അത് മാറിക്കഴിഞ്ഞു. അവർക്ക് ഒരു തരത്തിലും തിരുത്താൻ കഴിയില്ല. വലിയ പണസമ്പാദനത്തിനുള്ള മാർഗമായിട്ടത് മാറിക്കഴിഞ്ഞു. അതോടൊപ്പമാണ് ഈ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് തന്നെ വന്ന ആരോപണങ്ങൾ. ഇപ്പോൾ കരിമണൽ കർത്തായുടെ അവിടെ നിന്നും മോളുടെ ഒക്കെ പേരിൽ വരുന്ന ആരോപണങ്ങളെന്ന് പറയുന്നത്, ഇത് പാർട്ടിയുടെ ഇങ്ങനെ സമുന്നതരായ നേതാക്കൾ അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. ഇതെല്ലാം ഇത് മതിയായിക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാതെ ഇത് 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാട്, 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് കൺവിൻസിങ് ആയിട്ടുള്ള കാര്യമല്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ടർമാർക്ക് കൺവിൻസിങ് അല്ല. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. വന്നവർ തന്നെ ഇവർക്ക് ചെയ്യാതെ മറിച്ച് ചെയ്തു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അത് പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിയാൽ, ലോക്സഭാ ഇലക്ഷനിൽ UDF-നൊരു ഡിഫോൾട്ട് മേൽക്കൈയുണ്ട്. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷനിൽ ഡിഫോൾട്ട് മേൽക്കൈ എന്ന് പറയുന്നത് LDF-നാണ്. LDF-ന് 55-45 UDF-നെന്ന് ശതമാനം തന്നെ കിട്ടിയാൽ തന്നെ അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ബലാബല വിജയമാണ്. ഞാനതിനെ അങ്ങനെയൊന്നും അത്രത്തോളം ഒന്നും ഉൾക്കൊള്ളുന്നില്ല. അതായത് ഞാൻ വിചാരിക്കുന്നത് ജനം കൊണ്ടൊന്ന് അങ്ങോട്ട് കൊടുത്ത വിജയമാണെന്നാണ്. അവർ ചെയ്തതിനെ ഒന്നും നമ്മൾ കുറച്ച് കാണുകയൊന്നുമല്ല. ഇപ്പോൾ തന്നെ ഇത് റിസൾട്ട് മറ്റൊന്നായിരുന്നെങ്കിൽ അവരുടെ അനൈക്യത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വരുമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഒന്ന് LDF-ൻ്റെ അടിത്തറ ഭദ്രമാണ് എന്നുള്ള വാദം ഞാനും അതിനോട് യോജിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം, അടിത്തറ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് ഇപ്പോഴും തെരുവിലുണ്ട് എന്നുള്ളതാണ്. അവരവിടെ ഉണ്ട്, അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോവിഡിൻ്റെയൊക്കെ 2021 തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വീടുകളിലൊരു പൊതിച്ചോറ് എത്തിക്കണം, ആരെങ്കിലും മരണപ്പെട്ടു എന്ന് ശവസംസ്കാരം നടത്തണം. DYFIയുടെ ഒക്കെ പ്രവർത്തകരല്ലാതെ റോഡിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളൊരു ഗ്രൗണ്ടിൽ ഇറങ്ങി അവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഗ്രാമാന്തരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ
പൊതുപ്രവർത്തകരായി നമുക്ക് ആക്സസിബിളായി നിൽക്കുന്ന കൂടുതൽ പേരും LDF പ്രവർത്തകരാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ആ നെറ്റ്വർക്കിലുള്ളവർക്ക് ഈ നേതാക്കന്മാരിൽ യാതൊരു വിശ്വാസവും ഇല്ല. അവരൊരു മതവിശ്വാസം പോലെ ഇപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നല്ലാതെ ഈ ആത്മീയ തകർച്ച ഒരുപാട് നേരം പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അതിൻ്റെ ത്രഷോൾഡിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കുറേ നാളായി നമ്മൾ പറയുകയാണ്. നമ്മൾ ശരിക്ക് പല ചർച്ചകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പലതവണ നമ്മൾ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ വോട്ട് ചെയ്യാൻ പോകുമ്പം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വോട്ട് പിടിക്കാനായി വീടാന്തരം കയറിയിരുന്നവരാണ് അവിടെ മത്സരിക്കുന്ന പലരും. അപ്പം അങ്ങനെ ഈ പ്രവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന് ഒരു ഇൻഹറൻറ്റ് സ്ട്രെങ്ത് കൂടുതലുണ്ട് UDFനേക്കാൾ. പിന്നെ UDFൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു വിജയം ഉണ്ടായി എങ്കിൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഈ LDF അനുഭാവികൾ പോലും, ഒരുപക്ഷെ LDF പ്രവർത്തകർ പോലും ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവിലെത്തിയിരിക്കുകയാണ്. അത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആകപ്പാടെ ഒരു കാര്യമേ ഉള്ളൂ, UDF ഇപ്പോൾ ഈ പ്രാദേശികമായ സ്ഥാനാർത്ഥികൾ അവർ സ്വയമായിട്ട് രൂപപ്പെടുത്തിയ ഒരു നെറ്റ്വർക്കുണ്ട്, ഒരു വർക്കേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കുണ്ട്. അത് അവരുടെ വിജയത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി അവർ ചെയ്തതാണ്. അത് സംസ്ഥാനത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ അടുത്ത 4 മാസം കൺസോളിഡേറ്റഡ് ആയിട്ട് നിൽക്കാൻ UDFന് കഴിഞ്ഞാൽ UDF പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ വിജയം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അസംബ്ലി തലത്തിൽ വരുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിലെയോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 2000 വോട്ടിനെ ക്യാൻവാസ് ചെയ്യുന്ന പോലെ അല്ല മറ്റേവർക്ക്. കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. പിന്നെ മറ്റേതിൻ്റെ അകത്തൊരു ബെനിഫിഷ്യറി അവരുടെ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്നു, അവരുടെ ബന്ധു, അവരുടെ സുഹൃത്ത്. ഇതങ്ങനെയല്ലാതെ ഒരു പാർട്ടിയുടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് വരുമ്പം അവർ വോട്ട് ചെയ്താൽ മാത്രം പോരാ, അവർ പ്രവർത്തിക്കാനും ഇറങ്ങണമെന്നുള്ള തലത്തിൽ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യണം. അത് LDFന് ആവശ്യമില്ല, അത് UDFന് ആവശ്യമുണ്ട്. ആ ഒരു വർക്ക് UDF അടുത്ത 3 മാസം ചെയ്താൽ ഇതിനേക്കാൾ പരിതാപകരമായിരിക്കും. കാരണം ഇതിൽ നിന്നൊന്നും കറക്റ്റ് ചെയ്യാൻ ഈ CPMന് കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരുടേത് ഒരു പാർട്ടി പ്രവർത്തനമല്ല, ഒരു ദൈവനിർമ്മിതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിമർശനവും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ, ഒരു സ്വയം വിമർശനവും ഇല്ലാതെ വിമർശിക്കുന്ന എല്ലാവരും കടുത്ത ശത്രുക്കൾ, രാജ്യദ്രോഹികൾ എന്നുള്ള രീതിയിൽ ആണ് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ധരിച്ചു വച്ചിരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വന്നാൽ അതാണ് മെച്ചം. അതോടുകൂടി UDF ഇവിടെ തകർന്നടിയുകയും BJP ഒരു പ്രധാന പ്രതിപക്ഷ റോളിലേക്ക് വരികയും ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു സാമാന്യ യുക്തിയാണ്. അപ്പോൾ അത് വെച്ച് അവിടെ നിന്നൊരു 3-4% വോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും, അങ്ങനെ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ളൊരു കാര്യമാണ് LDFൻ്റെ വർക്കേഴ്സിന് ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. പക്ഷേ ജനം പറഞ്ഞത് ഞങ്ങളങ്ങനെ കാത്തു നിൽക്കാനൊന്നും തയ്യാറല്ല, ആരായാലും മതി, നിങ്ങൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ജനം എത്തിക്കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് പത്രസമ്മേളനം നടത്തുമ്പം ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് UDF വേഴ്സസ് BJP എന്ന് പറയുന്നത്. അല്ല, UDFൻ്റെ സീറ്റ് 10-ൽ നിന്ന് 18-19 ആയി വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. പിന്നെ BJPക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ ലീഡെന്ന് പറയുന്നത് ഈ 4000 വോട്ടുള്ളിടത്താണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനും ആ വോട്ട് പിടിച്ചെടുക്കാനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ഒരിക്കലും അണ്ടർമൈൻ ചെയ്ത് പറയുകയല്ല. പക്ഷേ ഞാനതാണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റിൻ്റെ പെർസെൻറ്റേജുമായിട്ട് പറഞ്ഞത്. നമ്മൾ ടോട്ടൽ ഒരു ഓവറോൾ പിക്ചർ നോക്കുമ്പം ഇവിടുത്തെ നമ്പർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ മാത്രം ഒരു വളർച്ചയുള്ളത് കൊണ്ട് അതിനെ ഒരു കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയൊരു സിഗ്നിഫിക്കൻ്റ് കാര്യം വരേണ്ട കാര്യമില്ല. പക്ഷേ 4 അസംബ്ലി മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട അതങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ മാറുന്നതാണ്. അതായത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം,
പലപ്പോഴും നമ്മൾ പ്രോ LDF, ആൻറ്റി LDF, പ്രോ BJP, ആൻറ്റി BJP ഇതാണ് സമ്മതിക്കുക. പക്ഷേ ഒരു ആൻറ്റി കോൺഗ്രസ് വോട്ടുകൾ കേരളത്തിലുണ്ട്. കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടതാണ് ഇവിടുത്തെ എൻ്റേതുൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം മുഴുവൻ. അത് എന്താണ് ഇടതുപക്ഷ നയങ്ങൾ എന്നുള്ളതിനേക്കാളുപരി അടിയന്തരാവസ്ഥ, അങ്ങനെ പല കാര്യങ്ങളിൽ ഒരു ആൻറ്റി കോൺഗ്രസ് സെൻറ്റിമെൻസിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ കുറേ നാളായിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വോട്ട് ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരും ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരു ഫാക്ടറല്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ബൈ ആൻഡ് ലാർജ് തീരുമാനിക്കുന്നത്. അല്ലാതെ ശബരിമല ഒന്നും ഘടകം കൊണ്ടല്ല ഇവിടുത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ശബരിമലയ്ക്കാണ് എല്ലാവരും ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അതിനുശേഷം വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലും വലിയ വിജയം UDFനുണ്ടായതിനെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കും? അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കലായിട്ട് അവരെടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസ്സിന് ദേശീയ തലത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോഴും സംസ്ഥാനത്ത് BJPയെ തടുത്തു നിർത്താനായിട്ട് ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ CPM ആണെന്നുള്ള രീതിയിൽ CPMലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വോട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ PM ശ്രീ PV അൻവർ തുറന്നു വിട്ട ഒരുപാട് ആരോപണങ്ങൾ, PM ശ്രീ, അതിനുശേഷം ഈ പൂരങ്കലക്കലുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജൻ്റെയും DGPയുടെയും ഒക്കെ കത്ത്, അങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ നോക്കുമ്പം അവരുടെ ആ വിശ്വാസം LDFിലുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതേപോലെ CPM ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്നാലും BJPയുടെ ഈ ഒരു താല്പര്യം കൊണ്ട് ജയിച്ചു വരാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ്. അതിനും വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൂടെ വന്നിട്ടുള്ളത്. കാരണം UDFൻ്റെ ഒരു ട്രഡീഷണൽ ബെൽറ്റ് ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ഏരിയ ഉണ്ട്. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, ഇവിടെയെല്ലാം അവരുടെ പ്രതാപകാലത്തിലെ സീറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇതിപ്പോൾ തിരിച്ചു വന്നത്. കേരള കോൺഗ്രസ് എമ്മിനൊന്നും ഇതാണ് പാറ്റേണെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. പാലായിൽ ഒരു കാരണവശാലും ജോസ് കെ മാണി ജയിക്കില്ല. അപ്പോൾ അത് ആ ഒരു റിയലൈസേഷനിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ജോസ് കെ മാണിക്ക് UDF കൊണ്ടുവന്ന് മുസ്ലിം ലീഗിൻ്റെ കാരുണ്യത്തിൽ ഏതെങ്കിലും സീറ്റ് അവിടെ കൊടുക്കേണ്ടി വരും. പാലായി നിർത്തി ജയിപ്പിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ആ ബെൽറ്റ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ ഗണ്യമായ വർധനവുണ്ടാകുക എന്നാണ്. അതങ്ങനെ തന്നെ നിന്നാൽ അപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ അകത്ത് ഈ CPM നടത്തിക്കൊണ്ടിരുന്ന ഒരു ഇടപെടലുണ്ട്. അതൊരു ആൻറ്റി മുസ്ലിം സെൻറ്റിമെൻറ്റ്സ് വളർത്തിക്കൊണ്ടാണ് പലപ്പോഴും എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്. നാളെ അത് BJPക്കും സഹായകരമാകുന്നതുകൊണ്ട് അവരും അതിനെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി LDF ആണെന്നുള്ളതാണ് LDF വിചാരിച്ചിരുന്നത്. പക്ഷേ ക്രിസ്ത്യൻ ഒരു വിഭാഗത്തിൻ്റെ, അത് ഞാൻ ക്രിസ്ത്യാനികളെന്നുള്ള അർത്ഥത്തിൽ പറയല്ല, ആ ബെൽറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ UDFന് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അവർ നിർഭാഗ്യവശാൽ അതിനെ വ്യാഖ്യാനിക്കുക സണ്ണി ജോസഫിനെ പോലുള്ള ഒരാൾ പ്രസിഡൻ്റായി വന്നു, അങ്ങനെ ചില അക്കോമഡേറ്റീവ് പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളിലാണ് അവർ പലപ്പോഴും ഈ കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ അടൂർ പ്രകാശൊക്കെ മറ്റേ നടിയെ ആക്രമിക്കുന്ന കേസിലൊക്കെ നടത്തിയ പ്രസ്താവന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭരിക്കാൻ വന്ന എന്ത് ചെയ്യുമെന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പോൾ MA തിരുത്തി പറയേണ്ടി വന്നു. അതായത് സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു കറക്റ്റീവ് ഫോഴ്സ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബേബി സിനിമ കാണാൻ റെക്കമെൻഡ് ചെയ്തു, പിറ്റേ ദിവസം തിരുത്തേണ്ടി വന്നു. അടൂർ പ്രകാശ് പറഞ്ഞ് തിരുത്തേണ്ടി വന്നു. വണ്ടിയിൽ നിന്ന് സിനിമ പ്രദർശനം എടുത്തു മാറ്റേണ്ടി വരുന്നു ബസ്സിൽ നിന്ന്. ക്ഷേത്രത്തിൽ വിളിച്ച പോസ്റ്ററിൽ നിന്ന് പിന്നെ വരണ്ട എന്ന് പറയേണ്ടി വരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലൈവായിട്ടുള്ളൊരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെ തന്നെ എല്ലാ കാലത്തും നിലനിൽക്കുമെന്നൊന്നുമല്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനോട് പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു വികാരമില്ലാത്ത സമൂഹമാണെങ്കിൽ നമ്മുടെ സമൂഹം പോയി. അപ്പോൾ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടെന്നുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ സോക്കോൾഡ് സാംസ്കാരിക നേതാക്കന്മാർക്കും എല്ലാം ഓർമ്മയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. അതായത് ഞാൻ മേയറെ മാത്രം അതിൽ കുറ്റപ്പെടുത്തുന്നില്ല.
ഇപ്പോൾ ഈ മേയറുടെയും പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ആ യദു കൃഷ്ണ എന്നാണ് തോന്നുന്നു, KSRTC ബസ്സിൻ്റെ ഡ്രൈവർ, ഇവിടുത്തെ പരാജയത്തിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തോട് കാണിച്ച ആ ധിക്കാരമുണ്ടല്ലോ. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഹൂ കെയർസ് എന്നുള്ള ചോദ്യമാണ്. അത് മേയർ അന്ന് തെരുവിൽ കാണിച്ച ആ ധാർഷ്ട്യം ഹൂ കെയർസ് എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. സമൂഹത്തോട് ഉള്ള ഒരു അവഗണനയുണ്ടല്ലോ. അതായത് ഈ അടിയന്തരാവസ്ഥയുടെ കാര്യം തന്നെ നമ്മൾ പറയുമ്പം അന്ന് ഈ നിർബന്ധിതമായിട്ടുള്ള ഒരു വന്ധ്യംകരണം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു സമൂഹത്തോട് നമ്മൾ പറയുന്ന മറ്റൊരുപാട് അട്രോസിറ്റീസിന് മുകളിൽ ഒരു സമൂഹത്തെ മേടിച്ചിട്ട് യു ആർ ഇൻസിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്യൂഡൽ ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ടൊരു ഫാക്ടറാണ്. ഇപ്പോൾ ആര്യയുടെ കേസിൽ അവരെ പോലെ വളരെ യങ്ങായിട്ടുള്ള ഒരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ പാർട്ടി ഏറ്റെടുക്കുന്ന വേറെ ഒരു വലിയ ഉത്തരവാദിത്വവും കൂടിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവരെ ക്രോസ് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇവർ അത് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ വന്നിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇത് തുടർന്നു. പിന്നെ കുറേ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് 600-6,000 വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു. മണ്ണും ചാണകവും കൂടി ഉരുട്ടി ഒരു ബോളുണ്ടാക്കി അവിടെ വെച്ച്, സീഡ് ബോൾ എന്ന് പറഞ്ഞു. ഒരു വിത്ത്, മണ്ണ്, ചാണകം ഉരുട്ടി വെക്കുക. എന്നിട്ട് വേൾഡ് റെക്കോർഡെന്നും പറഞ്ഞ് പോയിട്ട് ഒരു റെക്കോർഡ് മേടിക്കുക. എന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കോർപ്പറേഷന് വിജയം കിട്ടി. ഈ നമ്മളൊരു നോ ഫൂളാക്കിങ് എന്നും പറഞ്ഞൊരു പരസ്യമുണ്ട്. ഈ ഇൻ്റർനെറ്റിൻ്റെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഉള്ള അബദ്ധങ്ങളിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങളെ അങ്ങ് അവരുടെ ചിന്താഗതിയെ അങ്ങ് സ്വാധീനിച്ച് കളയാമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കാനാണ്? അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട്. അതും ഞാൻ പാർട്ടിയുടെ മിസ്റ്റേക്കായിട്ടേ ഞാൻ പറയത്തുള്ളൂ. അവരെ ചെക്ക് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു പാർട്ടി സംവിധാനവും കൂടി ഇവിടെ ഉണ്ടാവേണ്ട കാര്യമുണ്ട്. ഷി വാസ് സോയിങ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കുറേയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അതിനൊരു പ്രപ്പോർഷനുണ്ട്. ഇന്ന് നടക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് 5 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആര് നമ്മളെ നയിക്കണം എന്നുള്ള തീരുമാനങ്ങൾ വന്നു കളയും എന്നങ്ങ് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ അപ്രൈസലിലും ഒരു റീസൻസി എന്നൊരു ഘടകമുണ്ട്. അതുകൊണ്ട് നമ്മൾ അവസാനം സംഭവിക്കുന്നത് നമ്മളെ കുറച്ചുകൂടെ സ്വാധീനിക്കും, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് അത് മാത്രം വെച്ചിട്ട് ഇത് മുഴുവൻ അങ്ങ് നടത്തിക്കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടത്താവുന്ന ഒന്നല്ല ജനങ്ങളുടെ അനുഭവം. അവരുടെ പെൻഷൻ, അവരുടെ ശമ്പളം, അവരുടെ വിലക്കയറ്റം, കറണ്ട് ചാർജ് വർധനവ്, അങ്ങനത്തെ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ മേഖലയിൽ പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ തോന്നിവാസം കാണിച്ചു അതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ക്ഷമിച്ചേക്കാമെന്ന് വിചാരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല അതിലൊക്കെ സ്റ്റേജ് മാനേജ് ചെയ്ത് വരുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ തിരിച്ചറിയുകയാണ് PT കുഞ്ഞുമുഹമ്മദിനെതിരെയുള്ളൊരു പരാതി കയ്യിൽ വെച്ച് അത് സപ്രസ് ചെയ്തുകൊണ്ടിരുന്ന ചീഫ് മിനിസ്റ്ററാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. അവരെന്ത് ചെയ്യും? അവരിൽ ഒരു വിഭാഗമെങ്കിലും അത് അവരുടെ ഓർമ്മയിൽ അത് ഒരു അറയിൽ എടുത്തു വെക്കും എന്നുള്ളത്. ഇനി മുഖ്യമന്ത്രി നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അവർ ഈ ഒരു സംശയത്തോടു കൂടിയേ വീക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഒരു മാർക്കടിയിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ പറഞ്ഞ കോവിഡ് പശ്ചാത്തലത്തിൽ ഇടുന്ന മാർക്കടിയിൽ പോകുന്ന പോലെ ആവില്ല അത് ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അത് തിരുത്തി മുന്നോട്ട് പോകണം. LDFന് മുന്നിലുള്ള ഓപ്ഷൻ ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ വെച്ച് പുതിയ ഫേസുമായിട്ട് ഇലക്ഷന് പോവുക എന്നുള്ളതാണ് LDFൻ്റെ മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ബെറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലാതെ ഇതേ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായില്ല, ജനങ്ങളോട് പറയുന്നതിൽ ചില പിശക് പറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം കറക്റ്റാണെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഈ സ്ഥിരം അദ്വൈതവും കൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അതൊന്നും വിലപ്പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വിധിന്യായം പുറത്ത് വന്നിട്ടുണ്ട്, അത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിധിന്യായം വായിക്കുമ്പോൾ തന്നെ അതിലൊരുപാട് സംശയങ്ങളാണ്. അതിൽ പ്രോസിക്യൂഷൻ പറയുന്ന
ന്യായങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിമ്മിഷ്ടപ്പെടുന്ന ഒരു വിധിന്യായം, എങ്ങനെയാണ് ഡിഫൻസ് പറയുന്ന ന്യായങ്ങളെല്ലാം ഈ പ്രതിയുടെ അഭിഭാഷകർ പറയുന്നതിനെല്ലാം വാരി പുണരുന്നത് എന്നുള്ളതും അതിൽ വളരെ വ്യക്തമാണ്, ഓരോന്നെടുത്ത് പരിശോധിച്ചാലും. അതുകൊണ്ട് അതിൽ ഉടനീളം ഇൻവെസ്റ്റിഗേഷനിൽ ഒരുപാട് പോരായ്മ പറ്റി എന്നാണ് വിധിന്യായം പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉപരി കോടതി അത് പരിഗണിച്ച രീതി, അത് വിധിന്യായം നമ്മൾ വായിക്കുമ്പം പ്രോസിക്യൂഷൻ്റെ പല തെളിവുകളെയും അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് 8ാം പ്രതി ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഇത് നടന്നു വന്നതാണ്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വാദപ്രതിവാദ കോടതിയാണ്. പ്രോസിക്യൂഷൻ ഒരു വാദം മുന്നോട്ട് വെച്ചാൽ അത് ഖണ്ഡിക്കാൻ പ്രതിഭാഗം ശ്രമിക്കും. അത് പ്രോസിക്യൂഷൻ്റെ വാദം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി കാണും. നിലനിൽക്കുന്നതല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പ്രതികളെ വിട്ടയക്കും. ഈ പ്രക്രിയയോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ചെയ്ത എന്താണ്? പ്രോസിക്യൂഷൻ്റെ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 6 പ്രതികളുടെ മോട്ടീവ് എന്താണ്? പ്രോസിക്യൂഷൻ്റെ മോട്ടീവ് 8ാം പ്രതിക്ക് ഈ നടിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത പ്രതികളെ കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിധിന്യായത്തിലെ മോട്ടീവ് എന്ന് പറയുന്നത് ഈ 1ാം പ്രതിയുടെ ലൈംഗികേച്ഛയാണ്. ഇങ്ങനൊരു വാദം പ്രോസിക്യൂഷൻ ഇല്ല. പ്രോസിക്യൂഷൻ ഇല്ലാത്ത വാദം പ്രതികളിൽ ആരോപിക്കാൻ എങ്ങനെ ജഡ്ജിക്കോ കോടതിക്കോ പറ്റുമോ? അത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. എന്തായാലും പൊതുസമൂഹത്തിന് നൽകുന്ന വളരെ തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ്. ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഇതിലെ വാദിയായിരുന്ന സ്ത്രീ, അവരൊരു വനിതാ ജഡ്ജിക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ഇവരെ വരുത്തിച്ചതാണ്. പക്ഷേ ഇവരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 തവണ സുപ്രീം കോടതി വരെ പോയി മടങ്ങി വന്നതാണ്. പ്രോസിക്യൂഷൻ്റെ 2 അഭിഭാഷകർ രാജിവെച്ച് പോയതാണ്. ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ അഭിഭാഷകൻ വിധി വന്ന ശേഷം പറയുന്നത് ഈ പാസ്പോർട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്, ഇനിയും വേറെ കോടതിയിൽ പോകാം, ഇവിടെ ഞങ്ങൾ 3.5 വർഷമായി വെന്ത് വെണ്ണീറാകുമായിരുന്നു എന്നാണ്. അപ്പം 3 പ്രോസിക്യൂഷൻ അഭിഭാഷകർ കോടതിയുടെ നടത്തിപ്പിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഈ അതിജീവിത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അതിജീവിതയുടെ അഭിഭാഷക പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അങ്ങനെ കോടതിയുടെ കണ്ടക്റ്റിൽ വളരെ ഗുരുതരം, നമ്മൾ വിധിയെ വിമർശിക്കുന്ന നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ എതിർപ്പിൽ അപ്പീൽ പോവുകയും അത് തിരുത്തപ്പെടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ നടത്തിപ്പിൽ ഗുരുതരമായ പിശകും ബയസും ആരോപിച്ചുകൊണ്ട് ഇത്രയധികം ആൾക്കാർ പുറത്തു വരുന്നത്. അതുകൊണ്ട് ആ സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ നീതി നിർവഹണ സംവിധാനത്തിന് തന്നെ അപമാനകരമാണ്. അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.